പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് മമ്മൂക്കയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സെക്കൻഡ് ഡേ കാണാൻ പറ്റിയത്. ഒന്നും പറയാനില്ല, അട്ടാറ് സിനിമ വേറെ ലെവല്. ജോസഫ് പൊളിച്ചു. മമ്മൂക്ക മാത്രമല്ല, ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്തു പറയാനുള്ളതാണ്. പിന്നെ BGM സ്കോറും എല്ലാം അടിപൊളി തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ ജോസും അമ്മച്ചിയും വേറെ ലെവലായിട്ട് തകർത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്കകത്തിൽ. ഇതിൽ പിന്നെ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസ് വൈസ് സൂപ്പർവായിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും പെർഫോമൻസ് വേറെ ലെവല് തന്നെയായിരുന്നു. ഇതൊരു ആക്ഷൻ, ത്രില്ലർ, കോമഡി, സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. മിക്ക ഇമോഷൻസും ഉള്ള ഒരു സൂപ്പർ മൂവി തന്നെയാണ് ടർബോ. അപ്പം ഇതിനകത്തിൽ കൂടുതൽ കോമഡി സീൻസ് വരുന്നത് മമ്മൂക്ക, ബിന്ദു പണിക്കരും കൂടെ ഉള്ളപ്പോഴാണ്. ബിന്ദു പണിക്കർ മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ, ഈ സ്റ്റണ്ട് ഹീറോ ആയിട്ട് നടക്കുന്ന ജോസിന് ഏറ്റവും പേടി അമ്മച്ചിയെ തന്നെയാണ്. അതുകൊണ്ട് ബിന്ദു പണിക്കറുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഒരു ബോറും തോന്നാത്ത രീതിയിലുള്ള കോമഡികളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. തിയേറ്റർ ഫുള്ളും ചിരിക്കുമായിരുന്നു, ഫസ്റ്റ് ഹാഫ് ഫുള്ള്. അപ്പം ഇതിനകത്തിൽ പിന്നെ BGM ആണ് പറയാനുള്ളത്. ക്രിസ്റ്റോ സേവിയറിൻ്റെ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ആസ് ആൻ ആക്ഷൻ മൂവി നല്ല BGMത്തോടെ നമുക്ക് കണ്ടിരിക്കാനായിട്ടും നമ്മൾ ഇൻവോൾവ് ആയി പോകുന്ന തരത്തിലുള്ള BGM ആയിരുന്നു ടർബോയിലുള്ള ക്രിസ്റ്റോ സേവിയർ ചെയ്തിട്ടുള്ള BGM. അതുപോലെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്തേക്കുന്നത് ഓരോ ഷോട്ട്സും തുടക്കത്തിൽ ഭയങ്കര രസമായിരുന്നു. പിന്നെ അധികം അങ്ങനെ കണ്ടില്ലായിരുന്നു. തുടക്കത്തിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ക്യാമറ ഭയങ്കര സൂപ്പർവായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോമഡിയൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ലോണം വർക്ക് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ സീരിയസ് സിറ്റുവേഷൻസിൽ പോലും കോമഡി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോറടി ഇല്ലാതെ സൂപ്പർവായിട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു കോമഡി ആയിട്ട് നല്ല രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇൻ്റർവെൽ ആവുന്നതിന് തൊട്ട് മുമ്പാണ് ശരിക്കുമുള്ള ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവെൽ കഴിഞ്ഞ സെക്കൻഡ് ഹാഫിൻ്റെ ടൈമിലാണ് ശരിക്കും ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിനകത്തിലെ വില്ലനായിട്ട് വന്ന വെട്രിവേൽ ഷൺമുഖമായിട്ട് അഭിനയിച്ചിട്ടുള്ള രാജ്ബി ഷെട്ടി. പുള്ളിക്കാരൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് ആയിട്ട് തോന്നത്തില്ല. ഇവരൊക്കെ ശരിക്കും റിയൽ ആയിട്ട് നല്ല രസമായിട്ടുള്ള നമുക്ക് ഇൻവോൾവ് ആയി പോകുന്ന തരത്തിലാണ് ഇവരുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തരുടെയും എടുത്ത് പറയാനുള്ളതാണ്. മമ്മൂക്ക പിന്നെ പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക ഓരോ വ്യത്യസ്തതകൾ പുലർത്തിക്കൊണ്ടാണ് ഓരോരോ സിനിമയിലും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അതുപോലെ അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖയായിട്ട് അഭിനയിച്ച ഹീറോയിനാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിന്ദു പണിക്കറും പറയാനില്ല, സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ രാജ്ബി ഷെട്ടി സൂപ്പർ പെർഫോമൻസ്, നല്ലൊരു അടിപൊളി വില്ലൻ തന്നെയായിരുന്നു പുള്ളിക്കാരൻ. അതുപോലെ സുനിൽ ബില്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. പുഷ്പയിൽ നമ്മുടെ സിൻഡിക്കേറ്റ് ഹീറോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. മംഗലശ്രീനു അങ്ങനെ എന്തോ ആണ് പേര്. അതുപോലെ തന്നെ സീതാരാമത്തിൽ TTR ആയിട്ട് ട്രെയിനകത്ത് ഉണ്ടായിരുന്ന ആളാണ്. പുള്ളിക്കാരനും ഒരുമാതിരി കോമഡി സീൻസ് ഒക്കെ കൂടുതൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൽ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഗുണ്ടയാണ്, മമ്മൂക്ക ഇടിച്ച് കഴിയുമ്പം ജോസ് ആരെയൊക്കെ ഇടിക്കുന്നു അവരൊക്കെ ജോസിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഡയലോഗുണ്ട്. അത് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് സുനിലിൻ്റെ കാര്യത്തിലാണ്. വെട്രിവേൽ ഷൺമുഖത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പോലെ വന്നിട്ടുള്ള കബീർ ദുഹാൻ സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശബരീഷ് വർമ്മ ജെറിയായിട്ട് വന്നിട്ട് ജോസേട്ടായി എന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഫീല് തോന്നുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ജെറി. അതുപോലെ DYSP കമരവീൽ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് ആ ക്യാരക്ടർ നെയിം ഓർമ്മ വരുന്നില്ല. DYSP ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. അരുൾദോസ് എന്നാണ് പേര് കാണിക്കുന്നത്. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വിചാരിക്കും ഒരു പാവം പോലീസുകാരനാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാവം പോലീസുകാരനൊന്നുമല്ല. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ജസ്റ്റ് വെറും പോലീസുകാരനല്ല, ഭയങ്കര ബുദ്ധിയുള്ള സീനായിട്ടുള്ളൊരു പോലീസുകാരൻ തന്നെയാണ്. പിന്നെ നിരഞ്ജന അനൂപ് സിത്താരയായിട്ട് അഭിനയിച്ച ആളാണ്. എല്ലാവരും പെർഫോമൻസ് വൈസ് സൂപ്പർവ് തന്നെയായിരുന്നു. അതുപോലെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും ടോപ്പിക്കിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണ് കൂടുതൽ സ്റ്റണ്ടൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പെരുന്നാളിൻ്റെ ഇടയിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടർബോ ജോസിൻ്റെ. അങ്ങനെ ഒരു നല്ല മൂവിയാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. വിസിലടിയും ക്ലാപ്പിംഗ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ
കഴിഞ്ഞപ്പോഴും ഓരോ സ്റ്റണ്ട് സീനിനും അങ്ങനെ തന്നെയായിരുന്നു. തിയേറ്റർ മൊത്തത്തിൽ ഭയങ്കര ഒരു എന്താ തിയേറ്റർ ഒരു ഓളത്തിലായിരുന്നു. സൂപ്പറായിട്ടല്ല പോകുന്നൊരു മൂവി തന്നെയാണ് ടർബോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ, സൂപ്പറാണ്. ഇതിൻ്റെ അവസാനം വെച്ചിട്ട് മീൻസ് സിനിമയുടെ അവസാനം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പാർട്ട് വരുമായിരിക്കല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. മീഡിയാസ്.